ഹലോ ഗേസ്, അപ്പം നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് റൈമർ ക്ലാസിക്കിൻ്റെ എപ്പിസോഡ് 9 ആണ്. അപ്പോൾ നമുക്ക് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ചേക്കുക. അപ്പോൾ നമുക്ക് എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ അവരുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ 3 പേരും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ആ ഓക്സിങ് കൊടുത്ത ആ ഒരു വണ്ടിയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇടയ്ക്ക് വെച്ച് പന്നിക്കുട്ടൻ ആ ഒരു ഫ്യൂവൽ ടാങ്കിലോട്ട് നോക്കുമ്പോൾ ഈലാവുന്നത്, അതായത് ഫ്യൂവലില്ലെന്ന്. ഇത് നമ്മുടെ പുൽമയെടുത്ത് പറയാണ്. അപ്പം പുൽമയാണെങ്കിൽ തലയ്ക്ക് പിടിച്ചിട്ട് പറയാണ്, നിൻ്റെ അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവിടെ വെച്ച് ഞാൻ പറഞ്ഞില്ലേ നിൻ്റെ അടുത്ത് അവിടെ വെച്ച് ഫ്യൂവൽ അടയ്ക്കാൻ. അത് ഞാൻ അറിഞ്ഞില്ലല്ലോ ഇപ്പോൾ തീരാനെന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വശവിശക്കാവുണ്ട്. അടുത്ത് എവിടെയെങ്കിലും അത് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ദേഷ്യത്തിൽ പന്നിക്കുട്ടൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറേയധികം സ്റ്റണ്ടൊക്കെ കാണിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വളച്ചും തിരിച്ചൊക്കെ വണ്ടി ഓടിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ പുൽമയൊക്കെ ഇന്ന് പേടിക്കുകയാണ് ഒരു നിമിഷം. അതിനുശേഷം അവർ നേരെ ചെല്ലും. അതിനുശേഷം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹാംസം വില്ലനും അസിസ്റ്റൻറ്റും അവരെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. അവരെ ഫോളോ ചെയ്ത് പോകുന്നതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ഹാംസം വില്ലൻ പറയാണ്, താൻ ഇപ്പോൾ അന്ന് വന്ന് എനിക്ക് ആ പുൽമയുടെ ശബ്ദം കേൾക്കുമ്പോൾ തോറും അവളുടെ അവിടെ എന്തൊക്കെയാണ് തോന്നുന്നു. അവളുടെ ശബ്ദം കേൾക്കുമ്പോൾ എൻ്റെ ഹാർട്ട് കടകടാന്ന് ഇരിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അവിടെ റൊമാൻസായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്കിപ്പോൾ അവളെ ഭയങ്കര വീക്ക്നെസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ഗ്രാമത്തിലോട്ട് പുൽമയൊക്കെ എത്തുവാണ്. അതായത് ഒരു ചെറിയൊരു ഗ്രാമം. നേരത്തെ ഓക്സിക്കിങ് ആദ്യമുള്ള ഊളോമിനെയൊക്കെ കാണുന്ന കണക്കത്തെ ഒരു ഗ്രാമമില്ല, അത് കണക്കത്തെ ഒരു ഗ്രാമത്തിലെത്തുവാണ്. അവിടെ ചെന്ന് ഫ്യൂവൽ നിറയ്ക്കുന്നിടത്ത് എന്നതിന് ശേഷം പറയാണ്, ഞാനിപ്പോൾ വരാം, നീ ഇതിനകത്ത് ഫ്യൂവൽ നിറ ഗോഗു, എനിക്ക് കുറച്ച് ക്യാപ്സ്യൂളും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്, നീക്ക് ഇവിടെ നിന്നോന്ന് പറയുന്നുണ്ട്. അപ്പം തന്നെ ഗോഗു പറയുന്നുണ്ട്, കഴിയുമ്പോൾ എന്തെങ്കിലും കഴിക്കാനും കൂടെ വാങ്ങിച്ചോണ്ട് വേണേന്ന് പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ പുൽമ ശരി ഞാൻ പോയിട്ട് വരാം, നീ ഇവിടെ ഫുൾ ടാങ്ക് അടിച്ചിട്ട് ഇവിടെ ഇരിക്കും, ഞാൻ വന്നതിന് ശേഷം പൈസ കൊടുത്തോളാന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അവളങ്ങോട്ട് പോകുമ്പം വരി കാണുന്നവരെല്ലാവരും ഇവളെ കണ്ട് പേടിച്ചോടുകയാണ്. കാണുന്ന എല്ലാവരും സാധനം ഇട്ടിട്ട് ഓടുകയാണ്, അല്ലാതെ തലയിൽ വെക്കുന്ന സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഓടുകയാണ്. അതിനുശേഷം നോക്കുകയാണെങ്കിൽ നമ്മുടെ ആ പെട്രോൾ കടക്കാൻ കഴിഞ്ഞിട്ട് പറയാണ്, ഇതിനകത്ത് ഫുൾ ടാങ്ക് അടിച്ചോളാൻ. അങ്ങനെ അയാളാണെങ്കിൽ ഫുൾ ടാങ്ക് അടിച്ച് കൊടുക്കുന്നുമുണ്ട്. അതിനുശേഷം നമ്മുടെ ഗൂഗിൾ പറയാണ്, ഇതിൻ്റെ പൈസ പുൽമ വരുമ്പോൾ തരുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. അയ്യോ, എനിക്ക് പൈസയൊന്നും വേണ്ട, നിങ്ങളെന്ന് ഞാൻ ഒരു ചില്ലിക്കാശ് പോലും വാങ്ങിക്കത്തില്ല, നിങ്ങൾ ഇവിടുന്ന് പോയി തന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ പുൽമേർ നല്ല വില കൂടിയ നല്ല ക്യാപ്സ്യൂൾസൊക്കെ എടുക്കുകയാണ്. അതിനുശേഷം പറയാണ്, ഇതിൻ്റെ പൈസ എന്നാന്നും പറഞ്ഞ് അങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ആ ഒരു കടക്കാരൻ വന്നിട്ട് പറയാണ്, വേണ്ട എനിക്ക് പൈസയൊന്നും വേണ്ട, ഇത് നിങ്ങൾ പൈസയൊന്നും തരേണ്ടില്ല. അപ്പം പുൽമയ്ക്ക്, നിങ്ങൾക്ക് സത്യമായിട്ടാണ് പറയുന്നത്, ഇത് വലിയ വില കൂടിയതാണ്. അപ്പം പറയുന്നുണ്ട്, എത്ര വില കൂടിയാലും എനിക്ക് പൈസയൊന്നും വേണ്ട, ഒരു ചില്ലിക്കാശ് പോലും വേണ്ടെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഹാംസം വില്ലൻ അവിടെ നിൽപ്പുണ്ട്, ഹാംസം വില്ലനും അസിസ്റ്റൻറ്റും. അതിനുശേഷം നോക്കുകയാണെങ്കിൽ അവിടെയുള്ള ഒരു വലിയ തുണിക്കടയിൽ നിന്ന് നല്ല വില കൂടിയ തുണിയൊക്കെ എടുക്കുകയാണ് പുൽമ. അതിനുശേഷം പറയാണ്, ഇതിൻ്റെ പൈസ ഞാൻ തരട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അയാൾ പറയാണ്, ഇനി മുമ്പത്തെ കണക്കടയിൽ നിന്ന് പൈസ വേണ്ടെന്ന്. അപ്പോൾ അവളാണെങ്കിൽ അവളുടെ തലയിക്കുന്ന ഇത് ചേരുന്നില്ല എന്ന് പറഞ്ഞ് അത് ഊരി അങ്ങ് ആ ചാക്ക് വെച്ച് കൊടുക്കും. അതിനുശേഷം പറയും, ഇത് അപ്പോൾ ഇത് ഹെയർ ബാൻഡ് ആയിരുന്നോ? അതെ. അപ്പം തന്നെ അവിടെ 2 ചെവി 4 അതേ കണക്കത്തിലുള്ള സാധനങ്ങൾ നടന്നു ചെയ്യുന്ന കണക്ക് കാണിക്കും അങ്ങ് ദൂരേന്ന്. അപ്പം തന്നെ അവിടെ കടക്കാരനാണെങ്കിൽ പുൽമ പിടിച്ചോളി, നിങ്ങളെന്നെ പറ്റിക്കാൻ നോക്കിയത് ഈ ഹെയർ ഈ ബോ പോലെ വെച്ചിട്ട്, ഞാൻ പറ്റിച്ചെന്നോ, നിങ്ങളല്ലേ പറ്റിക്കപ്പെട്ടത് എന്ന് ചോദിക്കും. അതായത് നിങ്ങളല്ലേ എന്നെ പേടിച്ചതെന്ന് ചോദിക്കും. അതിനുശേഷം നമ്മളെ പുൽമയെ ഗോഗുവിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ ഗോഗു ചോദിക്കും, ഞാൻ പറയാം ഫുഡ് നീ വാങ്ങിച്ചോ? അയ്യോ സോറി, ഞാൻ മറന്നുപോയെന്ന് പറയുന്നുണ്ട്. ഇതിനകത്ത് മുഴുവനും ഫുഡ്സും ക്യാപ്സ്യൂൾസും മാത്രമേ ഉള്ളെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം സോറിയൊക്കെ പറഞ്ഞതിന് ശേഷമാണ് അവിടെയൊക്കെ ഒരു തടിമാടൻ ഞാൻ കാണിക്കുന്നത്. തടിമാടൻ വന്നുടനെ അവിടെ ഉള്ള ഒരു ഫ്രൂട്ട്സ് കടയിൽ കയറിയതിന് ശേഷം ഒരു ഫ്രൂട്ട് എടുത്ത് കഴിക്കുന്നുണ്ട്, എന്നിട്ട് അവിടെ എല്ലാം തട്ടിയിടുകയും ചെയ്യുന്നുണ്ട് ആപ്പിൾ. അതിനുശേഷം അയാൾ നിന്ന് തന്നെ പൈസ മറ്റു വിത്തം വന്നതിന് ശേഷം അങ്ങ് വാങ്ങിക്കും, സ്ലിം ഒരു എല്ലും കൂസൻ എന്ന് പറഞ്ഞാൽ ഇവിടെ. അയാളെ കണ്ടിട്ടാണെങ്കിൽ ആൾക്കാരൊക്കെ പേടിക്കുന്നത്, ഇവരെ കണ്ടിട്ട് എന്തൊക്കെ പേടിക്കുന്നതെന്ന് ചോദിക്കും നമ്മുടെ പുൽമ വയ്ക്കും. അപ്പം തന്നെ അവിടെ ആ 2 എണ്ണം കൂടെ വന്നതിന് ശേഷം ഇവർ കുറച്ച് പൈസയുള്ള ടീമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇവരെന്താ ഇവരെന്തൊക്കെ പറയുന്നുണ്ടെന്ന് നമ്മുടെ ഗോഗു നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെയുള്ള ഒരു ആപ്പിളത്തിൽ നിന്ന്. സുന്ദരി പെണ്ണെ, ഞങ്ങൾക്ക് പൈസ തരാതെ ഇവിടുന്ന് ഞങ്ങൾ വിടത്തില്ല, ഇവിടെ ആദ്യമായിട്ടാണ് വന്നതെന്ന് ഇന്ന്, ഞാൻ എന്താ നിങ്ങൾക്ക് പൈസ വേണം, ഇത് നിങ്ങളൊന്നും അല്ലല്ലോ എന്ന് വയ്ക്കും. ഞാൻ പറയുന്നുണ്ട്, ഇവിടെ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പൈസ തരാതെ നിങ്ങളിവിടെ പോകത്തില്ലെന്ന് പറഞ്ഞ് തോക്കെടുത്തതിന് ശേഷം ചൂണ്ടി എഴുത്താണ്. അപ്പം തന്നെ ഗോഗു പറയുന്നുണ്ട്, ഗോഗു സഹായിക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പം തന്നെ ഗോഗു അങ്ങോട്ട് ചാടി വരുന്നുണ്ട്. നിങ്ങളെയൊക്കെ കാര്യം ഇവൻ നോക്കുകയുള്ളൂ എന്ന് പുൽമ പറയുന്നുണ്ട്. അതിനുശേഷം ഗോഗു വന്നതിന് ശേഷം ചാടി വന്ന് ആ തടി മാടഞ്ഞിട്ട് ഒറ്റയടി, അതോടെ അവൻ വീണ്. അതിനുശേഷം നമ്മുടെ മറ്റവനെ ആണെങ്കിൽ തള്ളി അങ്ങ് ഇടുന്നുണ്ട്, 2 എണ്ണത്തെ ഇടിച്ചിടുന്നുണ്ട്. ഇതൊക്കെ കണ്ട് ഹാൻസം വില്ല അങ്ങോട്ട് ദൂരെ നിന്ന് നോക്കുന്നുണ്ട്, 2 എണ്ണത്തെ ഇടിക്കുന്നുണ്ട്.
ഇതിൻ്റെ സീൻ അവസാനത്തിലേക്ക് ഇടിക്കുന്നുണ്ട്. അതിനുശേഷം അവൻ വാക്കി ടോക്കിലോട്ട് അടുത്ത് ഈ വിവരം വിളിച്ചു പറയുന്നുണ്ട്. അവൻ്റെ ബോസിൻ്റെ അടുത്താണെന്ന് പറയുന്നുണ്ട്. ഇതാ കേട്ടത് നാട്ടുകാരെല്ലാം ഗോകുനെ ചീത്ത വിളിക്കുന്നു. ബോസ് ഇങ്ങോട്ട് വന്നാൽ നമ്മളെല്ലാവരും കൊന്നു നിന്നു പറയുന്നുണ്ട്. അപ്പം തന്നെ അവരെ നോക്കിക്കൊണ്ടിരിക്കെ അങ്ങ് ദൂരെ നിന്ന് എന്തോ വരുന്ന കണക്കൊക്കെ കാണിക്കും. അതിനുശേഷം നോക്കുകയാണെങ്കിൽ ഊലം പറയാണ് അയാളുടെ ബോസ് കുറച്ച് ഭീകരനാണെന്ന് തോന്നുന്നു, ജനങ്ങളുടെയൊക്കെ പേടിയുണ്ട്. ശേഷം അപ്പം തന്നെ അവർ നോക്കുകയാണ്, ഗൂഗിൾ നോക്കുകയാണ്, അതെന്നെന്താ ഇവിടെ ആരും വരുന്നില്ലല്ലോ എന്ന് പറയുന്നത്. അപ്പം തന്നെ വെൽമ എണീച്ചതിന് ശേഷം നോക്കൂ അവിടെയൊക്കെ ഇവിടെ ആരും വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗൂഗിൾ അങ്ങോട്ട് നോക്കി നിൽക്കുമ്പോഴായിരിക്കും ദൂരെ നിന്ന് ആ ഒരു ബോസ് വരുന്നതാണ് കാണിക്കും. അപ്പം തന്നെ ഗൂഗിൾ വെൽമ എണീച്ചതിന് ശേഷം ചോദിക്കും, ആരാ ഇവരെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു എന്നെ പേടിച്ച. അവരുടെ ആ ചെവി വേണക്കത്തെ ഞാൻ വെച്ചോണ്ടായിരിക്കും അവരെന്നെ കണ്ട് പേടിച്ച. അപ്പോൾ ഇവർ ഭീകരന്മാരാ, ഇവരെല്ലാം നമുക്കിവിടെ തോൽപ്പിച്ചിട്ട് ഇവർക്ക് ചെറിയ സഹായം ചെയ്ത് കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പം തന്നെ നമ്മുടെ വെൽമയും ഗൂഗും അങ്ങോട്ട് നോക്കിയതിന് ശേഷം പറയുന്നുണ്ട്, ആരോ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഞങ്ങളെ ബോസ് ഇവിടോട്ട് വന്നാൽ നിങ്ങളെ കാലത്താക്കി കഴിക്കുമെന്ന് പറയുന്നുണ്ട്. ആ ഒരു വില്ലൻ, ആ ഒരു രണ്ടെണ്ണം, സ്റ്റെല്ലും കോസും തടിയനും. മനുഷ്യൻ നോക്കുകയാണെങ്കിൽ ഹാൻസം വില്ലൻ പറയാണ്, ഈ ഒരു വില്ലൻ ഈ ഒരു ടീമിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. ആ ഒരു വില്ലനെ പറ്റി എനിക്കറിയാം, ക്യാരറ്റാക്കി വെച്ചാൻ പറ്റുന്ന ആ മുയൽ. ആ ഒരു മുയൽ വന്നാൽ എല്ലാവരും ക്യാരറ്റാക്കി തിന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവിടെ ആയിട്ട് ഒരു വലിയൊരു ഇത് വരുന്നതൊക്കെ കാണിക്കും, ഒരു കാറ്. അതിൽ നിന്നൊരു ഒരു വലിയൊരു റാബിറ്റ് ഇറങ്ങിയെന്നൊക്കെ കാണിക്കും. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ആ റാബിറ്റ് അങ്ങോട്ട് ഇറങ്ങി വന്നതിന് ശേഷം ആ രണ്ടെണ്ണത്തിൻ്റെ അടുത്തും ചോദിക്കും, നിങ്ങൾ ഞാൻ ഏൽപ്പിച്ച ജോലി എന്തായെന്ന് ചോദിക്കും. അപ്പോൾ പറയുന്നുണ്ട്, എന്നേതാ ഇവിടെയുള്ള ഈ ചെറുക്കൻ ഞങ്ങളെ പിടിച്ചടിച്ചെന്ന് പറയും ആദ്യം തന്നെ. അതിനുശേഷം പറയാണ്, ആരാ എന്നെ അടിച്ചത്? അപ്പോൾ തന്നെ അങ്ങോട്ട് നോക്കിയതിന് ശേഷം പുൽമയും ഒരു ചെറുക്കനും ഒരു പന്നി ഇരിക്കുന്നുണ്ടതിന് ശേഷം ചോദിക്കും, അജ്ജേ ഇവരാന്ന് നിങ്ങളെ ഇടിച്ചത് എന്നും പറഞ്ഞതിന് ശേഷം അവന്മാരെ ഒന്ന് തുറച്ചു നോക്കും. അവന്മാരുടെയൊക്കെ കാര്യം എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് പറയാണ്. അതിനുശേഷം പുൽമയൊക്കെ അവിടെയൊക്കെ അടുത്തോട്ട് വന്നതിന് ശേഷം എനിക്കൊരു ഹാൻഡ് ഷേക്ക് തരുമെന്ന് ചോദിക്കും. അപ്പം തന്നെ ചോദിക്കും, നിങ്ങളെ കാണാൻ നല്ല ഒരു വണ്ണിയെ പോലെ ഉണ്ടല്ലോ, എൻ്റെ പിള്ളേർക്കൊരു അബദ്ധം പറ്റിയതാ, നിങ്ങൾ ആരാണെന്ന് അറിയാഞ്ഞുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം തന്നെ ഇതൊക്കെ കണ്ടിട്ട് ഹാൻസം പോയി എന്തോ പറയാൻ വേണ്ടി ചെയ്യുന്നുണ്ട്. അതായത്, അയ്യോ അങ്ങനെ ചെയ്യരുത് പുൽമ, അത് നിന്നെ ആപത്താവും, അത് നിന്നെ ക്യാരറ്റൊക്കെ ഞാൻ നോക്കുന്നത് എന്ന് പറയുന്നതിന് മുമ്പ്, അങ്ങോട്ട് ഉറച്ച് പറയാൻ വേണ്ടി തുടങ്ങുന്നതിന് മുമ്പ് അവൾ ഷേക്കാൻ കൊടുക്കുകയും ചെയ്യും, ക്യാരറ്റ് ആവുകയും ചെയ്യും. എന്നിട്ട് ആ ഇത് കണ്ടതിന് ശേഷം ഗോകും ഉലവും പേടിക്കുകയാണ്. അയ്യോ ഉൽമ ക്യാരറ്റായി, അയ്യോ അവളെ പഴയതുപോലെക്കടാ ചെയ്താനേ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് അലറുകയാണ് രണ്ടെണ്ണം അവിടെ കിടന്ന് കരയുകയാണ്. അതിനുശേഷം ആ ഒരു ബണ്ണി എന്ന് വിളിക്കാം നമുക്ക് ഇവനെ, ബണ്ണി പറയാണ് ഞാൻ തെറ്റില്ലെന്ന് പറയുന്നത്. അപ്പം തന്നെ ഗോകു തന്നെ ആ സ്റ്റിക്ക് വലുതാക്കിയതിന് ശേഷം അടി തുടങ്ങുന്നുണ്ട്. ഞാൻ നിന്നെ തൊട്ടാൽ നിന്നെ ഞാൻ ക്യാരറ്റായി മാറ്റിയതിന് ശേഷം കരിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പം തന്നെ ആ സ്റ്റിക്ക് എടുത്തതിന് ശേഷം ഫൈറ്റും തുടങ്ങുന്നുണ്ട്. അങ്ങനെ ഫൈറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഗോകു ആണെങ്കിൽ ഒന്ന് പുറകിലോട്ട് മാറും. അതായത് ഇവനെ ഇനി തൊട്ടാൽ അവനും ക്യാരറ്റാക്കി മാറുമെന്ന് മനസ്സിലായി. അപ്പം തന്നെ ആ ഒരു വണ്ണി പറയാണ്, ഞാൻ ഈ ക്യാരറ്റിന് ടേസ്റ്റോടെ കഴിക്കും, പെണ്ണുങ്ങളുടെ ക്യാരറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് അവിടെ എന്ന് പറയാണ്. അപ്പം തന്നെ ഗോകു ഇത് കേട്ടതിന് അവളെ പഴയ തോക്കിലാക്കിയില്ലെങ്കിൽ നീ വിവരം അറിയുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ തടിമേട്ടനും എല്ലും കൂസം പറയുന്നുണ്ട്, നീ കുറച്ച് മുക്കും എന്ന് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഗോകുവിനെ പിടിച്ചിട്ട് ഇടിക്കുന്നതാണ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഹാൻസം വില്ലൻ പറയാണ്, നമുക്ക് എങ്ങനെയെങ്കിലും ഗോകുവിനെ രക്ഷിച്ചേ പറ്റൂ, നമുക്ക് എങ്ങനെയെങ്കിലും വിൽമയെ രക്ഷിച്ചേ പറ്റൂ എന്നൊക്കെ പറയുന്നുണ്ട്. നീ ഒരു കാക്കയതിന് ശേഷം ഒരു പറവയതിന് ശേഷം ആ ഒരു ക്യാരറ്റ് തട്ടി പിടിച്ചുകൊണ്ട് പോകും, ആ സമയം കൊണ്ട് ഗോകുവിനെ രക്ഷിച്ചോളാന്ന് പറയുന്നുണ്ട്. അത് കേട്ടതിന് ശേഷം നമ്മുടെ ആ ഒരു അസിസ്റ്റൻ്റ് ആണെങ്കിൽ ഒരു കിളിയായിട്ട് പറയുന്നതിന് ശേഷം ക്യാരറ്റും തട്ടി പിടിച്ചുകൊണ്ട് പറന്നു. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ തടിമാടിഞ്ഞ എല്ലിക്കോസിനെ ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ തന്നെ നമ്മുടെ ഹാൻസം വില്ലൻ അങ്ങോട്ട് ചാടി വന്നിട്ട് രണ്ടെണ്ണത്തെ ഇടിച്ചിട്ടതിന് ശേഷം ഗോകുവിനെ രക്ഷിക്കുകയാണ്. ഗോകു നിനക്കൊന്നും പറ്റിയില്ലല്ലോ, എനിക്കൊന്നും പറ്റിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം തന്നെ നമ്മുടെ ആ ഒരു ഹാൻസം വില്ലൻ്റെ അസിസ്റ്റൻ്റ് ആണെങ്കിൽ ആ ബണ്ണിയും കൊണ്ട് കുറേ ദൂരം പോയിട്ടുണ്ട്. അപ്പം തന്നെ നമ്മുടെ ബണ്ണി തറയിൽ വീഴുന്നുണ്ട്. അപ്പം തന്നെ ആ ഒരു പറവയാണെങ്കിൽ ഒരിടത്ത് ഇടിച്ചതിന് ശേഷം ക്യാറ്റ് തറയിലോട്ട് വീഴുന്നു. ആ ക്യാറ്റ് തറയിൽ വീഴാൻ പോകുന്നത് ബണ്ണിയും ഗോകുവും ഹാൻസം വില്ലനും കൂടെ ഒരുമിച്ച് പിടിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. പക്ഷെ അവൻ്റെ കൈ കിട്ടാതെ ജസ്റ്റ് മിസ്സിന് അവളെ രക്ഷപ്പെടുത്തുന്നുണ്ട് ആ ഒരു ക്യാരറ്റ് തന്നെ.
രക്ഷപ്പെടുത്തി അങ്ങോട്ട് മാറുകയാണ്. അതിനുശേഷം പറയാണ്, ഇത് നീ മര്യാദയ്ക്കാക്കുമോ അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടെ നിന്നെ ഇടിച്ച് പപ്പടാക്കുമെന്ന് പറയുന്നുണ്ട്. എന്നെ ഒന്നും ചെയ്യില്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പം തന്നെ ആ വിൽമയെ പഴയതുപോലെ ആക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങളെന്നെ ഇനി വെറുതെ വിട് എന്ന് പറയുന്നുണ്ട്. നിന്നൊക്കെ ഞാൻ ഒരു പണി ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞ് അവിടെ കെട്ടിയിടുന്നുണ്ട് നമ്മുടെ തടിമഴഞ്ഞ വണ്ടിയും ആ എല്ലുംകുസിനെ. അതിനുശേഷം അവൻ്റെ ആ സ്റ്റിക്ക് അങ്ങോട്ട് പിടിച്ചതിന് ശേഷം അവനെ പിടിച്ചുകൊണ്ട് വലുതാക്കുവാണ്. അതായത് സ്റ്റിക്ക് വലുതാക്കി അങ്ങ് മണ്ടയിലോട്ട് അങ്ങ് വലുതായി അങ്ങ് പോവുകയാണ്. അത് വലുതായി എവിടേക്കാണ് പോകുന്നതെന്ന് മൂലം പിന്നെ ആർക്കും ഒരു ഐഡിയ ഇല്ല. അപ്പോൾ എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം വിൽമ പറയുന്നുണ്ട്, അത് എവിടേക്കാണെന്ന് എനിക്കറിഞ്ഞൂടെന്ന് പറയുന്നുണ്ട്. അപ്പം തന്നെ നമ്മുടെ ഗോഗു അവരെയും കൊണ്ട് ഇപ്പം ചന്ദ്രനിൽ എത്തിയിരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഇവിടുത്തെ ഈ പണിയൊക്കെ പൂർത്തിയാക്കി